പുറപ്പാട് പുസ്തകം 39 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ അവൻ നീലനൂൽ, ദ്രുമനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിന്റെ ശുശ്രൂഷയ്ക്കായി വിശേഷവസ്ത്രം, അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. പൊന്ന്, നീലനൂൽ, ദ്രുമനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവകൾ കൊണ്ട് എഫോദുണ്ടാക്കി. നീലനൂൽ, ദ്രുമനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്തതിന് അവർ പൊന്ന് അടിച്ചു നേരിയ തടിയാക്കി നൂലാക്കി കണ്ടിച്ചു. അവർ അതിന് തമ്മിൽ ഇണച്ചിരിക്കുന്ന ചുമകണ്ഡങ്ങൾ ഉണ്ടാക്കി. അത് രണ്ടറ്റത്തും ഇണച്ചിരിക്കുന്നു. അത് കെട്ടി മുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണി ചെയ്ത നട്ടുകെട്ട് യഹോവേ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്നു തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ദ്രുമനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പേര് മുദ്രയായി കൊത്തിയ ഗോമേദ കല്ലുകൾ അവർ പൊൻതടിയിൽ പതിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി എഫോദിന്റെ ചുമൽ കണ്ടത്തിന്മേൽ ഓർമ്മക്കല്ല് വെച്ചു. അവൻ എഫോദിന്റെ പണി പോലെ ചിത്രപ്പണിയായി പൊന്ന്, നീലനൂൽ, ദ്രുമങ്ങൾ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി. അതു സമചതുരവുമായിരുന്നു. പതക്കം ഇരട്ടിയായി ഉണ്ടാക്കി. അത് ഒരു നീളവും ഒരു ചാൽ വീതിയും ഉള്ളതായി ഇരട്ടയായിരുന്നു. അവർ അതിൽ 4 നീലരത്നം പതിച്ചു. താമമണി, പിരതനം, മരതകം ഇത് 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈദ്യൂരം, സുഗന്ധക്കല്ല്. 4-ാമത്തെ നിര ഗോമോദകം, പുഷ്പരാഗം, സൂര്യകാന്തി. അവ തട്ടുകളിൽ പൊന്നിൽ പതിച്ചിരു. ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടി അവരുടെ പേര് പോലെ 12 ആയിരുന്നു. 12 ഗോത്രങ്ങളിൽ ഓരോതിൻ്റെ പേര് അവയിൽ മുദ്രയായി കൊത്തിയിരുന്നു. പതകത്തിനോ ചരടുപോലെ മുറിച്ചു. കൊത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളികളുമുണ്ടാക്കി. പൊന്നുകൊണ്ട് 2 വളയും 2 കണ്ണിയും ഉണ്ടാക്കി. വള്ളം 2ഉം പതകത്തിൻ്റെ 2 അറ്റത്തും വച്ചു. പൊന്നുകൊണ്ട് 2 സരപ്പളി അവർ പതകത്തിൻ്റെ അറ്റത്ത് 2 വള്ളിയത്തും കൊളുത്തി. 2 സരപ്പളികളുടെ എല്ലാം അറ്റം 2ഉം അവർ കണ്ണി 2ലും കൊളുത്തി. എഫോദിന്റെ ചുമൽക്കണ്ടത്തിന്മേൽ മുൻഭാഗത്ത് വെച്ചു. അവർ പൊന്നുകൊണ്ട് വേറെ 2 കണ്ണിയുണ്ടാക്കി. പതകത്തിന്റെ മറ്റേ 2 അറ്റത്തും എഫോദിന്റെ കീഴറ്റിൽ നിന്ന് നേരെ അകത്തെ വിളുമ്പിൽ വെച്ചു. അവർ വേറെ 2 പൊൻകണിയുണ്ടാക്കി. എഫോദിന്റെ മുൻഭാഗത്ത് 2 ചുമൽക്കണ്ടങ്ങളിൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ എഫോദിന്റെ നടുകെട്ടിനു മേലായി വച്ചു. പതകം യഹോവയുടെ 4 കെട്ടിന്മേലായി ഇരിക്കേണ്ടതിനും അത് എഫോദിന്റെ അടരയ്ക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ എഫോദിന്റെ കണ്ണികളോട് നീലനാടുകൾ കൊണ്ടും കെട്ടി. അവൻ എഫോദിന്റെ അകി മുഴുവനും നീലനൂൽ കൊണ്ട് നെയ്തുണ്ടാക്കി. അഖിലയുടെ നടുവിൽ കവചത്തിന്റെ ദ്വാരം പോലെ ഒരു ദ്വാരം, അത് കീറ്റാതിരിക്കേണ്ടതിന് ചുറ്റും ഒരു നാടും വെച്ചു. അംഗത്തിന്റെ വിളുമ്പിൽ നീലനൂൽ, ദ്രുമനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി. തങ്കം കൊണ്ട് മണികളും ഉണ്ടാക്കി. മണികൾ അങ്കികളുടെ വിളുമ്പിൽ ചുറ്റും, മാതളങ്ങൾ പഴങ്ങളുടെ ഇടയിൽ വെച്ചു. ശുശ്രൂഷകൾക്കുള്ള അങ്കിണിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു മണിയും 1 മാതളപ്പഴവും, 1 മണിയും 1 മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു. അഹരോനും പുത്രന്മാരും പണിനൂൽ കൊണ്ട് നെയ്തുണ്ടാക്കിയ അങ്കിയും പണിത് പഞ്ഞിനൂലുകൾ കൊണ്ട് മുടിയും
പഞ്ഞിനൂൽ കൊണ്ട് അലങ്കാരമുള്ള താൽപ്പാവും, പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചട്ടയും, പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധ്രുവനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തല ചെയ്ത് നടുക്കെട്ടും യഹോവ മോശയെ കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. അവർ തങ്കം കൊണ്ട് വിശുദ്ധമുടിയുടെ നെരുപ്പട്ടമുണ്ടാക്കി. അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന മുദ്രയുള്ള ഒരു എഴുത്തു കൊത്തി. അത് മുടിമേൽ കെട്ടിയിട്ട് അതിൽ നീലനൂൽ നാട് കോർത്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൽ പണി മുഴുവനും തീർത്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളെല്ലാം ഒക്കെയും കൊളുത്ത്, പകല സാക്ഷ്യത്തൂൺ, ചുവട് ചുവപ്പിച്ച തോൽ കൊണ്ടും മറുമൂടി കോലാട്ടിൻ തോൽ കൊണ്ടുമുള്ള പുറമുടി, മറയുടെ തിരശ്ശീല, സാക്ഷ്യപ്പെട്ടകം, അതിൻ്റെ തണ്ട്, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങൾ സകലവും, കാഴ്ചയപ്പം തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, കത്തിച്ചു വയ്ക്കുവാനുള്ള ദീപങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ മുഴുവനും, വെളിച്ചത്ത്, എണ്ണ, പൊന്നുകൊണ്ടുള്ള ധൂപപീഠം, അഭിഷേക തൈലം, സുഗന്ധപർവകം, കൂടാരവാതിലിനുള്ള മർശീല, താമ്രം കൊണ്ടുള്ള യാഗപീഠം, അതിൻ്റെ താമജ്വാലം, കണ്ട്, അതിൻ്റെ ഉപകരണമെല്ലാം ഒക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പാണികാരത്തിൽ മർശീല, തോൽ, അതിൻ്റെ ചുവട്, പ്രാകാരവാതിലിൻ്റെ മർശീല, അതിൻ്റെ കയർ, കുറ്റി, സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൽ ശുശ്രൂഷയ്ക്കു ഉപകരണങ്ങളും എല്ലാം ഒക്കെയും, വിശുദ്ധ മന്ദിരത്തിന് ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹരോന്റെ വിശുദ്ധ വസ്ത്രം, അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രം, ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. മോശയെ പണിയെല്ലാം നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർന്നു എന്നു കണ്ട് മോശെ അവരെ അനുഗ്രഹിച്ചു. ബാർക്കുമോർ.